ഹലോ മുത്തുമണീസ്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാഹ് എനിക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് റിയാസ് ഖാൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്കൊന്ന് പോയിട്ട് അപ്പോൾ പോകാമെന്ന് വിചാരിച്ചു. ഉമ്മ അവിടെ കുറച്ച് ദൂരത്ത് വാടകയ്ക്ക് ഇരിക്കുകയാണ് കേട്ടോ, നമ്മൾ ആദ്യം ഇരുന്ന സ്ഥലത്ത്. അപ്പോൾ രാത്രിയാണ് കേട്ടോ പോണത്, ഒരു 7 മണിയൊക്കെ ആയിക്കണം. അപ്പോൾ ആ സമയത്താണ് റിയാസ് ഖാക്ക് ഒഴിവ് കിട്ടിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ കനാലൊക്കെ കടന്നിട്ട് ഞങ്ങൾ വേറൊരു വഴി ചുറ്റിയിട്ടാട്ടോ നമ്മൾ പോയത്. അപ്പോൾ വീടേക്ക് ഞാൻ ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഉമ്മാനെ നോക്കാൻ വേണ്ടി പോകും. ബട്ട് ഉമ്മ അവിടുന്ന് താമസം മാറി പുതിയ വീട്ടിലേക്ക് ഒരിക്കൽ പോയി, പിന്നെ രണ്ടാമത്തെ വട്ടം കേട്ടോ ഞാൻ പോകണം. അപ്പോൾ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് പോയി. അപ്പോൾ ന്യൂ ഇയറൊന്നും ആയിട്ട് കേക്കൊന്നും മുറിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഉമ്മാൻ്റെ അടുത്ത് പോകുമ്പോൾ ഞങ്ങൾ ബേക്കറിയിൽ നിന്ന് ഒരു കേക്കൊക്കെ മേടിച്ചു കേട്ടോ, ഒരു പ്ലം കേക്ക്. അപ്പോൾ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്ലം കേക്ക്. അപ്പോൾ ഞാൻ മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവരട്ടെ ചോദിച്ചപ്പോൾ വേണ്ട, മീൻ അവിടെയും വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, നമ്മൾക്ക് ഇഷ്ടം പ്ലം കേക്കല്ലേ, അത് വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ ഉമ്മ ഇരിക്കണ വാടക വീട്. ഇത് ഈ കാണുന്ന വീടാട്ടോ, മരത്തിൻ്റെ തൊട്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ വന്ന് ഉമ്മാൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ ഉമ്മാനെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അമ്മാൻ്റെ മുമ്പിൽ ഞങ്ങൾ പ്ലം കേക്ക് വാങ്ങി മുറിച്ചു. പിന്നെ കുറേ നേരം ഇരുന്ന് സംസാരിച്ച് അങ്ങനെ ഇറങ്ങിയിട്ടോ അവിടുന്ന്. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകണ്ട. അപ്പോൾ ഇതാട്ടോ അമ്മാൻ്റെ മുഖമൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ കുറേ നേരം റോഡിൽ നിന്ന് നമ്മൾ സംസാരിച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോകുക കേട്ടോ, പറയാൻ കിട്ടുന്നില്ല. അങ്ങനെ ഇതാ പോകുമ്പോൾ റിയാസ് ഖാൻ്റെ വണ്ടിയിൽ ഓട്ടോയിൽ ഗ്യാസ് ഇല്ല. അപ്പോൾ അതൊന്നും അടിച്ചിട്ട് ഞങ്ങൾ നേരെ അതടിക്കണേ നമ്മുടെ ഫാത്തിമക്കുട്ടിൻ്റെ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് വരണം കേട്ടോ. അപ്പോൾ CNG എന്ന് പറയും. അപ്പോൾ അതും അടിച്ച് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോകുക കേട്ടോ. വീട്ടിൽ പോയി ഇനി എന്താ പിന്നെ റഹീസ് കുട്ടിക്ക് ഞാൻ പറഞ്ഞല്ലോ ഒച്ചയെ വിരിഞ്ഞില്ല എന്നപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഞാനൊരു പങ്കജവസ്തുവിൻ്റെ പൊടി വാങ്ങിയിട്ടാട്ടോ പോയി. അത് നല്ല കഴിച്ചാൽ ചുമ കഫക്കെട്ട് ഒക്കെ മാറും കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെട്രോൾ പമ്പിൽ നിന്ന് എണ്ണയൊക്കെ അടിച്ച് മരുന്ന് കടയിൽ നിന്ന് അതും വാങ്ങിച്ചിട്ടാട്ടോ വീട്ടിലേക്ക് പോയത്. അപ്പോൾ അത് ചുമ ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ എല്ലാത്തിനും നല്ലൊരു ഉത്തമ മരുന്നാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 3ാമത്തെ കുപ്പിയാട്ടോ മേടിക്കണത്. അതുള്ളതുകൊണ്ട് നമ്മുടെ കഫക്കെട്ട് ചുമ ഒക്കെ മാറുന്നുണ്ട്. എല്ലാവർക്കും നല്ലതാട്ടോ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ. അപ്പോൾ ഞങ്ങളെല്ലാവരും കഴിക്കണുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വീടെത്തി. അപ്പോൾ ഇതാ നമ്മൾ കയറി പോവുക കേട്ടോ. ഇനിയിപ്പോൾ എന്താ പോവുക, ചോറ് കഴിക്കുക, കിടന്നുറങ്ങുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഓരോ ലൈക്ക് അടിക്കുക കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിക്കാത്തവർ വാങ്ങിച്ചോളൂ കേട്ടോ, നല്ല ചുമക്ക് നല്ല ആശ്വാസമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യണം. ബൈ ബൈ.